കൊടകര കുഴൽപ്പണ കേസ് ബി ജെ പി നേതാക്കൾ ഒക്കെ ചേർന്നുള്ളൊരു കേസ് നമ്മൾ പരിഗണിച്ചപ്പോൾ നമ്മൾ RDX ചർച്ച ചെയ്തപ്പോൾ നമ്മൾ രണ്ടുപേരും നഖശികാന്തം ED എതിർക്കുകയായിരുന്നു. കാരണം ED ആ കൊടകര കുഴൽപ്പണ കേസിൽ ഒരു സംഭവം നടന്നിട്ടില്ല എന്ന് പറഞ്ഞ് BJP അങ്ങ് വിശുദ്ധരാക്കിയിട്ട് വിടുകയാണ് ചെയ്തത്. അതുപോലെ നമുക്ക് ED ഇവിടെ തള്ളിക്കളയാൻ പറ്റില്ല. കാരണം CPM-നുണ്ടെന്ന് പറയുന്ന കാര്യങ്ങളെ വളരെ വ്യക്തമായി തന്നെയും സുവ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് കുറ്റപത്രത്തിൽ. അതിൽ എത്രത്തോളം കടന്നെഴുതിയിട്ടുണ്ട് എന്ന കാര്യമാണ് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലൂടെയും മറ്റും വരേണ്ടത്. പക്ഷേ ഒരു കാര്യമുള്ളത്, BJPയുടെ നമ്മൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാം ED BJPയുടെ കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിലൊരു കളിപ്പാവിയാണ് എന്നുകൂടെ രാഷ്ട്രീയ ആരോപണം ഉയർന്ന സാഹചര്യത്തിൽ നമ്മൾ കണ്ടതാണ് ഈ പറയുന്ന കൊടകര കുഴൽപ്പണ കേസ്. അതുകൊണ്ടാണ് അവരങ്ങ് വിട്ടുകളഞ്ഞത്. BJP ആണല്ലോ, BJPയുമായി ബന്ധപ്പെട്ട എല്ലാ കേസുകളും അവരങ്ങ് വിട്ടുകളയാറാണ് പതിവ് രാജ്യവ്യാപകമായിട്ട് തന്നെ. പക്ഷേ രാഷ്ട്രീയ എതിരാളികളോട്, പ്രത്യേകിച്ചും കേരളം ഭരിക്കുന്ന CPM-നെതിരോട് അങ്ങനെയല്ല അവർ സ്വീകരിക്കുക എന്നത് നമ്മൾ സുവ്യക്തമായിട്ട് ഇവിടെ കാണുന്നു. 3 മുൻ ജില്ലാ സെക്രട്ടറിമാരാണ് ഇപ്പോൾ കുറ്റപത്രത്തിൽ പ്രതികളായിട്ടുള്ളത്. CPM എന്ന രാഷ്ട്രീയ പാർട്ടിയെ തന്നെയും പ്രതിയാക്കിയിരിക്കുകയാണ്. ഞാൻ പക്ഷേ രാഷ്ട്രീയമായി ധാർമ്മികമായിട്ട് ഹർഷൻ CPM ഈ നിലക്ക് പരിശോധിക്കപ്പെടേണ്ടതാണ് എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. ഈ പറയുന്ന 3 ജില്ലാ സെക്രട്ടറിമാർക്ക് ഈ കരുവന്നൂർ ബാങ്ക് സ്ഥിതി ചെയ്യുന്ന തൃശ്ശൂർ ജില്ലയുടെ അധികാരികളായിരുന്നു, പാർട്ടി ചുമതലയുള്ള ആളുകളായിരുന്നു അവർ. എന്നതുകൊണ്ട് ഈ തരത്തിൽ ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്തം ഇങ്ങനെ പരിശോധിക്കപ്പെടാൻ, സ്ക്രൂട്ടിനി ചെയ്യാൻ അവർക്ക് അവകാശം, അർഹതയുണ്ട് എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. ഒരു തത്വദീക്ഷയും പാലിക്കാതെയാണ് എത്രയെത്രയോ ലക്ഷക്കണക്കിന് രൂപ വായ്പ സാധാരണക്കാരായ മനുഷ്യരുടെ മേൽ വെച്ചിട്ടും മറ്റുമൊക്കെ ഇവർ തട്ടിപ്പ് നടത്തിയത്. ആര്? ഈ ബാങ്ക്, പ്രാദേശിക ബാങ്ക്. ഞാൻ പറയുന്നത് AC മൊയ്തീൻ അടക്കമുള്ള 3 ജില്ലാ സെക്രട്ടറിമാർ നടത്തിയെന്നല്ല. ഞാൻ അവരോട് പറയുന്നത് എൻ്റെ അഭിപ്രായം അവർക്ക് ധാർമ്മികമായ ഉത്തരവാദിത്തം ഉണ്ടെന്ന് മാത്രമാണ്. പക്ഷേ ഈ ബാങ്ക്, പ്രാദേശിക ബാങ്ക് ഭരണകൂടം, സാധാരണക്കാരായ മനുഷ്യർ, അവരിൽ CPM അനുഭാവികളായിട്ടുള്ള ആളുകളുണ്ട്. അവർക്ക് മേൽ അതിദുഷ്ടതരമായ, ക്രൂരമായിട്ടുള്ള ഈ തട്ടിപ്പാണ് അവർ നടത്തിയത്. ഈ എങ്ങനെയാണത്? ഈ വായ്പകൾ ഭൂരിപക്ഷം അവിടുത്തെ നിയന്ത്രണാധികാരികളുടെ പാർട്ടിക്കാർക്ക് തന്നെയാണ് കിട്ടിയത്. സാധാരണക്കാർക്കാണെങ്കിൽ സ്വന്തം പണം പിന്നീട് കിട്ടാതെയുമായി. 2011 തൊട്ടിട്ട് ബാങ്കിൽ ഈ തട്ടിപ്പ് നടക്കുന്നുണ്ട്. ഈ തട്ടിപ്പ് ഇവിടെ ഇങ്ങനെ നടക്കുന്നുണ്ടെന്ന് 2011 തൊട്ട് ബാങ്കിൽ തട്ടിപ്പ് നടക്കുന്ന അപ്പോൾ അവിടെ പരാതിപ്പെട്ട CPM-കാരെ 2 പേരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക ചെയ്ത്, അവിടെ പ്രശ്നം നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞ വിസിൽ ബ്ലോവേഴ്സിനെ പുറത്താക്കുക കൂടെ ചെയ്തു അവിടെ CPM-ൻ്റെ ആ പ്രാദേശിക നേതൃത്വം. എന്നിട്ട് 2019 സീരിയസ് ആയിട്ടൊരു പരാതി പോയി, വലിയ ശ്രദ്ധ ആ ഭാഗത്തേക്ക് വന്നു. അപ്പോഴാണ് അതുവരെയുള്ള കാലത്ത്, ഈ 2011 തൊട്ട് 19 വരെയുള്ള 8 വർഷക്കാലം ഭീമാകാരമായ തട്ടിപ്പാണ് ആ ബാങ്കിൽ നടന്നിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സാധാരണക്കാരായ മനുഷ്യർ ഇപ്പോഴും അവർക്ക് കിട്ടാനുള്ള പണം കിട്ടാതെ നടക്കുകയാണ് അവിടെ. 219 കോടി രൂപയുടെ തട്ടിപ്പ് എന്ന് സഹകരണ രജിസ്ട്രാറുടെ റിപ്പോർട്ട് തന്നെ പറയേണ്ട ഹർഷൻ. അതാണ് ഇത്. ഇന്നിപ്പോൾ AC മൊയ്തീൻ വാർത്താ സമ്മേളനം നടത്തിയ ഇന്ന് പോലും അദ്ദേഹം അവിടെ സാങ്കേതികമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല എന്നല്ല ഞാൻ പറയുന്നത് എന്ന് അദ്ദേഹത്തിന് ഈ ഘട്ടത്തിൽ പോലും അദ്ദേഹം സമ്മതിക്കട്ടെ. എന്ന് വെച്ചാൽ ആ പ്രാദേശികമായ ബാങ്ക്, CPM പോലൊരു പാർട്ടി നയിക്കുന്ന ബാങ്ക് തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.